ഈശലോ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ലോകമെമ്പാടും ഹോശന്ന ആഘോഷിക്കുന്ന ഈ സമയത്ത് നമുക്കും ദൈവത്തിന്റെ പാദപീഠത്തിൽ ചേർന്നിരിപ്പാൻ ദൈവം കൃപ നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലോകമെമ്പാടും ഹോശന്ന പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ എന്താണ് ഹോശന്ന? ദൈവത്തിന്റെ വചനം ആഴമായി നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇസ്രായേൽ ജനം അവർ കാലങ്ങളായി കാത്തിരുന്ന കർത്താവായ യേശുക്രിസ്തു അവരുടെ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, കർത്താവിന്റെ നാമത്തിന് ഹോശന്ന എന്ന് വാഴ്ത്തി അവർ പാടുകയാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷകളൊക്കെ തികച്ചിട്ട് മാനവകുലത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാൻ യെരുശലേമിലേക്ക് കടന്നു വരുന്നതായ ഒരു സുദിനമാണ് ഹോശന്ന പെരുന്നാൾ. ആ ദിനം ലോകമെമ്പാടും ആഘോഷിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും അവിടെയും കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശുക്രിസ്തു സ്വർഗത്തിലെ ഉന്നത മഹിമകളെല്ലാം വെടിഞ്ഞ് വേഷത്തിൽ മനുഷ്യനായി നശ്വരമായ ഈ ലോകത്തിലേക്ക് താണിറങ്ങി വന്നപ്പോൾ കർത്താവിന്റെ വരവിന് ചില ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തു 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് മനുഷ്യന് വേണ്ടതായ നിർദ്ദേശങ്ങളും ആലോചനകളും ഉപദേശങ്ങളും എല്ലാം കൊടുത്ത് അവരെ നേരായി നടത്തി ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുവാനുള്ളതായ മുൻകൂർ പ്രവർത്തനങ്ങളെല്ലാം നടത്തി കർത്താവായ യേശുക്രിസ്തു 3.5 വർഷം കൊണ്ട് തന്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ ദൈവം പിതാവായ ദൈവം പുത്രനായ കർത്താവിന് കൃപ നൽകി. യേശുക്രിസ്തു യെരുശലേമിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനം ആഗ്രഹിച്ചിരുന്നത് പോലെ അവരുടെ രാജാതിരാജാവായിരിക്കുന്ന ഒരു നല്ല ഭരണാധികാരി അവർക്ക് വേണ്ടി ഒരുങ്ങി വരും. ആ രാജാവ് യെരുശലേമിലേക്ക് വന്ന് ദേശീയമായി ഇസ്രായേലിനെ പുനഃസ്ഥാപിക്കുകയും രാഷ്ട്രീയമായിട്ട് രാജ്യങ്ങളെ ഭരിക്കുകയും ചെയ്യും എന്നാണ് അവർ ആഗ്രഹിച്ച് കാലങ്ങളായി മശിഹയുടെ വരവിന് വേണ്ടി അവർ കാത്തിരുന്നത്. എന്നാൽ മശിഹ വന്നപ്പോൾ മശിഹയുടെ വരവിന്റെ ഉദ്ദേശം പല ഘട്ടങ്ങളിലായി ദൈവജനത്തോട് യഹോവയായ കർത്താവ് അറിയിക്കുവാനിടയായി തീർന്നു. കർത്താവിന്റെ വാക്കുകൾ കേട്ട് പലപ്പോഴും അവര് അത് മനസ്സിലാക്കുവാൻ പരാജയപ്പെട്ടതുകൊണ്ട് കർത്താവിന്റെ വരവിന്റെ ഉദ്ദേശം എന്തെന്ന് അവർക്ക് യഥാർത്ഥമായി ഗ്രഹിക്കുവാനും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു യെരുശലേമിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ ശിഷ്യന്മാരുമായി ബേത്ഫാഗ എന്ന് പറയുന്ന യെരുശലേമിനെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരിൽ 2 പേരെ അടുക്കൽ വിളിച്ചിട്ട് അവരോടൊരു നിർദ്ദേശം അവർക്ക് കൊടുത്തു. ആ നിർദ്ദേശം അനുസരിച്ച് ആ വാക്കുകൾ കേട്ടപ്പോൾ ഈ ശിഷ്യന്മാര് സ്തബ്ധരായി നിൽക്കുകയാണ്. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ഇതിന്റെ ഉദ്ദേശം എന്താണ് എന്നറിയുവാൻ കഴിയാതെ അവർ പകച്ചു നിൽക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവൻ. അവിടെ ഇതുവരെയും ഒരിക്കലും ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയും ആ കഴുതയുടെ കുട്ടിയെയും നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ പോയി ആ കഴുതയെയും കുട്ടിയെയും അടിച്ചുകൊണ്ട് വരുവനെന്ന് അവർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് അവരുടെ നോട്ടത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയതായ കർത്താവ് ഇങ്ങനെ അവർക്കൊരു ധൈര്യം കൊടുത്തു. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ അവരോട് പറയണം. അങ്ങനെ പറയുമ്പോൾ അവർ വിട്ടയക്കുവാനിടയായി തീരും എന്ന് യേശു ഉറപ്പ് കൊടുത്ത് 2 ശിഷ്യന്മാരെ
അത് എതിരെയുള്ള ഗ്രാമത്തിലേക്ക് പറഞ്ഞയക്കുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, അവർ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതുവരെയും യേശുവും ബാക്കിയുള്ള ശിഷ്യന്മാരും ആ ബേത്ഫാഗയിൽ അവരിങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. ശിഷ്യന്മാര് പോയി കഴുതയെയും അതിന്റെ കുട്ടിയെയും കണ്ടു. അവരതിനെ അഴിക്കുന്നതായ സന്ദർഭത്തിൽ അതിന്റെ ഉടയവനായിരിക്കാം ഒരു വ്യക്തി വന്ന് അവരോട് ചോദിച്ച്, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ, കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് ആ ഉടയവനോട് ശിഷ്യന്മാർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഉടയവൻ സന്തോഷത്തോടെ ഈ കഴുതയെയും കുട്ടിയെയും ശിഷ്യന്മാരോടൊപ്പം വിട്ടയക്കുവാനിടയായി തീർന്നു. മുന്നമേ ദൈവത്തിന്റെ പ്രവൃത്തി ആ വ്യക്തിയിൽ വെളിപ്പെട്ടതുകൊണ്ട് കർത്താവ് ആരെന്നും കർത്താവിന്റെ പ്രവൃത്തി എന്തെന്നും മനസ്സിലാക്കിയതുകൊണ്ടും കർത്താവ് നമുക്ക് വേണ്ടി കർമ്മം ചെയ്യുന്ന ആരാണോ ആ വ്യക്തിത്വമാണ് കർത്താവ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നശ്വരമായി ഈ ലോകത്തിലേക്ക് താണിറങ്ങി വന്നതായ സർവശക്തനായ കർത്താവിന്റെ മഹത്വം ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ തിരിച്ചറിയുവാൻ കഴിയുന്ന അനേക വ്യക്തി ജീവിതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്, നമ്മളുടെ ഇടയിലുണ്ട്. അവര് രണ്ടുപേരും ശിഷ്യന്മാർ ചേർന്ന് കഴുതയെയും കുട്ടിയെയും കൊണ്ട് യേശുവിന്റെയും മറ്റ് ശിഷ്യന്മാരുടെയും അടുക്കലേക്ക് വന്നതിന് ശേഷം ഈ കഴുതയുടെ പുറത്തേക്ക് ആ വന്ന ശിഷ്യന്മാരുടെ വസ്ത്രങ്ങൾ അവരെ കഴുതയുടെ മുകളിലേക്ക് ഇടുവാനിടയായി തീർന്നു. അങ്ങനെ കഴുതയുടെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ യേശു കഴുതയുടെ മുഖത്ത് പുറത്ത് വാഹനമേറുവാനിടയായി തീർന്നു. ആ കഴുതയുടെ പുറത്ത് വാഹനമേറിയതായ കർത്താവായ യേശു ക്രിസ്തു അല്പം മുൻപോട്ട് പോകുവാനായിട്ട് അതിന് നിർദ്ദേശം കൊടുത്ത് അത് മുൻപോട്ട് നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന യേശുവിന്റെ വരവ് കാത്തിരുന്നതായ ഇസ്രായേലിലെ കുറെ ജനതതികൾ ഉണ്ടായിരുന്നു. അവരുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ച് മറ്റു പലരും കൊമ്പുകൾ വെട്ടി അതിന്റെ ചില്ലകൾ വിരിച്ച് ഒരു നല്ല പാതയൊരുക്കി യേശുവിൻ കഴുതയ്ക്ക് മുന്നോട്ട് പോകുവാനുള്ളതായ വഴി ഒരുക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, യേശുവിൻ ശിഷ്യന്മാരും കടന്നു പോകുമ്പോൾ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ ഹോശന്ന എന്നവർ ആർത്ത് വിളിക്കുമ്പോൾ യേശു കയറിയതായ കഴുതയെ നാം ഒരു നിമിഷം ഓർക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഒരു നാളും മോചനം പ്രാപിക്കുവാൻ കഴിയാതെ കെട്ടപ്പെട്ടതായ അനുഭവത്തിൽ കിടന്ന ഈ കഴുതയ്ക്ക് കർത്താവിന്റെ യെരുശലേമിലേക്കുള്ള വരവോടുകൂടെ ആ കഴുതയ്ക്കും കുട്ടിക്കും മോചനം ലഭിക്കുവാനിടയായി തീർന്നു. നമുക്കറിയാം, നമ്മെ ഒരു മരത്തിൽ കെട്ടിയിട്ടാൽ അതിന് ചുറ്റും വട്ടക്കണ്ണം കറങ്ങി ഒന്നും ചെയ്യുവാൻ കഴിയാതെ തിന്നുവാനോ കുടിക്കുവാനോ കഴിയാതെ കെട്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് നിത്യമായ ഒരു മോചനം ലഭിക്കണമെങ്കിൽ കർത്താവിനോട് കൂടെ നാം ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്കതിന് സാധ്യമായി തീരുകയുള്ളൂ. ഈ കഴുതയെ സംബന്ധിച്ച് കാലങ്ങളായി കെട്ടിയിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് യേശു കർത്താവിന്റെ വരവോടുകൂടെ അതിനൊരു മോചനം ലഭിക്കുവാനിടയായി തീർന്നു. ആ കഴുതയെ സംബന്ധിച്ച് അതിങ്ങനെ ഭാരം തന്റെ ചുമലിൽ കയറി കഴിയുമ്പോൾ തല കുനിച്ച് അതിങ്ങനെ തിരിഞ്ഞിടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞ് ആടി അത് മുൻപോട്ട് തന്റെ ചുമലിലിരിക്കുന്ന ഭാരവും വഹിച്ചു കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ കഴുത. അതിന് മറിച്ച് ചിന്തിക്കുവാനോ എന്തുകൊണ്ട് എന്റെ മുകളിൽ ഇത്ര ഭാരം വെച്ചു എന്ന് ചോദിക്കുവാനോ ഒന്നും അതിന് അവകാശമില്ലാത്തത് കൊണ്ട് അതിങ്ങനെ ഭാരവും വഹിച്ചുകൊണ്ട് അത് മുൻപോട്ട് പോവുകയാ. അങ്ങനെ അത് മുൻപോട്ട് പോകുമ്പോൾ നാളിതുവരെ പലപ്പോഴും തനിക്ക് അടിയല്ലാതെ മറ്റൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ യേശു കർത്താവ് ഈ കഴുതയുടെ മുകളിൽ വാഹനമേറിക്കഴിഞ്ഞപ്പോൾ അതിന്റെ പാതകൾക്ക് മാറ്റം വരുവാനിടയായി തീർന്നു. അതിന്റെ സഞ്ചാരത്തിന് ഒരു പ്രത്യേകതയായിട്ട് തോന്നി. അതിന്റെ കാതുകളിൽ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ ഹോശന്ന എന്നുള്ളതായ ജനത്തിന്റെ ആർപ്പുവിളികൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ കഴുത തല ഉയർത്തി നോക്കിയപ്പോൾ നാളിതുവരെ കാണാത്തതായ വലിയ കാഴ്ചകൾ ഈ കഴുതയ്ക്ക് കാണുവാൻ കഴിഞ്ഞു. കാരണം താൻ സഞ്ചരിക്കുന്ന പാതയിൽ പച്ചപ്പരവതാനികളും അതേ ചുവപ്പ് പരവതാനികളും മഞ്ഞപ്പരവതാനികളും ഇങ്ങനെ വിവിധ നിറത്തിലുള്ളതായ ഒരു മഴവിൽ പാത ഒരുക്കിയതുപോലെ അതിന്റെ മുന്നിൽ നിരവധിയായ വസ്ത്രങ്ങൾ ആളുകൾ വിരിച്ച് അതിലൂടെ ഈ കഴുത യേശുവിനെയും വഹിച്ചുകൊണ്ട് അതേ മുൻപോട്ട് കടന്നു പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ
ജനത്തിന്റെ ആർപ്പുവിളി കേട്ടുകൊണ്ട് മുന്നോട്ട് പോയതായ കഴുതയ്ക്ക് മനസ്സിലായി, എന്റെ പുറത്തിരിക്കുന്നതായ ഈ വ്യക്തിത്വം സാധാരണ ഒരു വ്യക്തിയല്ല, ഏറ്റവും ശ്രേഷ്ഠവും മാന്യനുമായ ഒരു വ്യക്തി ആയിരിക്കാം എന്റെ ചുമലിൽ ഇരിക്കുന്നത് എന്ന് അതിനെ ഗ്രഹിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആ കഴുത യേശുവിനെയും വഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിന്റെ കെട്ടപ്പെട്ട അവസ്ഥകളിൽ കഷ്ടവും ഭാരവും വഹിച്ചുകൊണ്ട് നമുക്ക് സഹിക്കുവാൻ കഴിയാത്ത ചുമടുകൾ നാം ചുമന്നുകൊണ്ട് നമ്മുടെ ജീവിത യാത്രയിലായിരിക്കുമ്പോൾ നമുക്കതിൽ നിന്നൊരു മോചനം നേടുവാൻ ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും കർത്താവിനെ നമ്മുടെ ചുമലിൽ വഹിക്കുകയും കർത്താവിനെ നമ്മുടെ ഉള്ളത്തിൽ വഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുവാനിടയായിത്തീരും. നമ്മുടെ വ്യക്തി ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. നമ്മുടെ പാതകൾ നേരെയാകുവാനിടയായിത്തീരും. നമ്മുടെ പാതകളിൽ നമ്മുടെ നടപ്പിന് വ്യത്യാസം വന്നിട്ട് നാളിതുവരെയും കല്ലും മുള്ളും ചവിട്ടി നടന്നതായ ആ കഴുതയുടെ കാലുകൾക്ക് ചെമ്പട്ട് പരവതാനിയിലൂടെ, പച്ച പരവതാനിയിലൂടെ നടന്നു പോകുവാനിടയായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തു തന്റെ ചുമലിൽ അത് കയറിയപ്പോഴാണ് അതിന് സാധ്യമായി തീർന്നത്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിന്റെ കഷ്ടതയിലൂടെ നട്ടം തിരിയുകയും ഉടലുകയും ചെയ്യുന്നതായ നമ്മെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും അനുഗ്രഹമായ നിമിഷങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ടും കർത്താവായ യേശു ക്രിസ്തുവിനെ നാം നമ്മുടെ ഉള്ളത്തിൽ സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവം നമുക്ക് നൽകേണ്ടതായ അനുഗ്രഹങ്ങൾ, നന്മകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുവാനിടയായി തരും. ഇന്ന് ലോക ജനത എല്ലാം പലതിനു വേണ്ടി കാത്തിരിക്കുകയാ. ഇനിയും ഒരുവൻ വരുവാനുണ്ട്, ആ വരുന്ന ആ വ്യക്തിത്വത്തിന് വേണ്ടി കാത്തിരിക്കുകയാ. കർത്താവ് വരും നിശ്ചയം തന്നെ. എന്നാൽ കർത്താവ് വന്നു കഴിഞ്ഞാൽ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. യെരൂശലേമിലേക്ക് ഓശന്നാ ദിനത്തിൽ യേശു കടന്നു വരുമ്പോൾ, അങ്ങനെ യെരൂശലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ വരവിന്റെ ഉദ്ദേശം എന്താണോ ആ പ്രവൃത്തിയുടെ ആരംഭം കുറിക്കുവാനായിട്ട് ഈ ഓശനയിൽ ഇടയായി തീരുന്നു എന്നുള്ളത് നമ്മൾ ആരും മറന്നു പോകരുത്. കർത്താവ് തന്റെ ദൗത്യ നിവർത്തീകരണത്തിനായിട്ട് യെരൂശലേം പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്ന യെരൂശലേം നിവാസികൾ യേശുവിനെ കാത്തിരിക്കുകയാണ്. അവർക്കൊരു മശിക വരും, ആ മശികയെ അവർ കാത്തിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞ് 33 വർഷങ്ങൾക്ക് ശേഷം കർത്താവായ യേശു ക്രിസ്തു യെരൂശലേമിലേക്ക് പ്രവേശിക്കുന്നതായ ആ കാലയളവിൽ യേശു യെരൂശലേമിലേക്ക് വന്നിട്ട് അവിടെ യെരൂശലേം ദേവാലയത്തിന് സമീപത്ത് വന്ന് അവൻ നിൽക്കുവാനിടയായി തീർന്നു. തന്റെ പിന്നാലെ ആർത്ത് വിളിച്ചു വരുന്നതായ ഇസ്രായേൽ ജനത്തിന്റെ സന്തോഷവും ആരവും കണ്ട് യേശു ക്രിസ്തു അവരോട് മനസ്സലിയുവാനിടയായി തീർന്നു. ആ നിലവിളിക്ക് മുന്നമേ തന്നെ മനുഷ്യന്റെ പാപത്തിന്റെ പരിണിത ഫലമായി മനുഷ്യനെ അനുഭവിക്കേണ്ടത് അവരുടെ ആ ശരീരത്തിൽ സഹിക്കുവാൻ കഴിയാതെ, അവരുടെ മനസ്സിന് താങ്ങുവാൻ കഴിയാതെ, അവരുടെ ചിന്തകൾക്ക് അപ്പുറമായിരുന്നത് കൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയതായ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ ആവശ്യപ്രകാരം നശ്വരമായി ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നു. അനന്തരം മനുഷ്യനെ ആ പഴയ സ്നേഹത്തിലേക്ക് എനിക്ക് എങ്ങനെ മടക്കി വരുത്തുവാൻ കഴിയും? ഇത് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, അടിയനെ അയക്കണമേ. അങ്ങനെ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ് ഇങ്ങനെ ത്രിയേകത്വത്തിൽ ഇരുന്നതായ ദൈവം അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു എന്നുള്ളതായ വാക്കനുസരിച്ച് അടിയനെ അയക്കണമേ എന്ന് പിതാവായ ദൈവത്തോട് അറിയിക്കുവാനിടയായി തീർന്നു. അപ്രകാരം കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ കന്യകയിലൂടെ ജനനമെടുത്ത് മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ദൈവത്തിന് മനസ്സലിവ് തോന്നിയത് പിതാവായ ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ ആഴമൊന്നുകൊണ്ട് മാത്രമാ. ഇത് പലപ്പോഴും നാം മറന്നിട്ട് പലരും പറയുന്നത് പോലെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിച്ചു പോകുമല്ലോ, മരണത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയുവാൻ കഴിയാത്തത് കൊണ്ട്, അത് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടും ദൈവം എന്ത് ചെയ്തു? അതേ മുന്നമേ കണ്ടിട്ട് തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിന് വേണ്ടി നൽകുവാൻ തക്കോണം ദൈവത്തിന് മനുഷ്യനോട് അഴമായ സ്നേഹം തോന്നി. ആ സ്നേഹത്തിന്റെ പശ്ചാത്തലത്തിൽ യേശുക്രിസ്തു വന്നു മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഇരിക്കൊണ്ട് അത് ഇന്ന് ഓശന്നയോടുകൂടെ യെരൂശലേം പട്ടണത്തിലേക്ക് കടന്നു വന്നിട്ട് തന്റെ ദൗത്യ നിർവഹണത്തിന്
ആരംഭം കുറിക്കുന്ന, കഷ്ടാനുഭവങ്ങളുടെ തുടക്കം കുറിക്കുന്ന ഒരു ദിവസമായിട്ട് ഇന്ന് നാം അത് അനുഭവിക്കുകയാണ്. ആ ദൈവത്തിന്റെ സ്നേഹം നാം അറിയാതെ പോകരുത്. ആ ദൈവം നമ്മെക്കുറിച്ച് അത് ചിന്തിച്ചതായ ചിന്തകൾ, ദൈവം നമ്മെക്കുറിച്ച് കരുതിയതായ കരുതലുകൾ, തന്റെ ദയ നമ്മുടെ മേൽ പകർന്നത്, തന്റെ കൃപ നമുക്ക് വേണ്ടി തന്നത്, ഇതെല്ലാം നമ്മൾ മറന്നുപോയിട്ട് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഇന്ന് പലപ്പോഴും അത് ലോകത്തിന്റെ മോഹങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ആലോചിക്കുക, ദൈവം ഈ ലോകത്തിലേക്ക് വന്നത് തന്റെ ദൗത്യം നിർവഹിക്കുവാനാണ്. എന്താണ് ദൗത്യം? മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് എന്നേക്കുമായി വീണ്ടെടുക്കുക, നിത്യരാജ്യത്തിലേക്ക് അവരെ അവകാശികളാക്കി തീർക്കുക. ഈ ദൗത്യത്തിനായിട്ട് വരുമ്പോൾ തന്റെ ജീവിതത്തിൽ കഷ്ടവും ഭാരവും പ്രയാസവും ഉണ്ട്. അധികാരികൾ അവരുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കപ്പെടുകയും അവരെന്നെ കൊല്ലുകയും ഞാൻ അടക്കം ചെയ്ത് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു. ആ ലോകത്തിലേക്ക് വന്ന 33.5 വർഷങ്ങൾക്ക് ശേഷം യെരുശലേമിലേക്കുള്ളതായ പട്ടണ പ്രവേശത്തിങ്കൽ ഇന്ന് ദൈവജനമെല്ലാം കർത്താവിന്റെ നാമത്തിൽ വരുന്നവന് ഹോസന്ന ഹോസന്ന എന്ന് ആർത്തു വിളിക്കുന്നതായ ഒരു കാലഘട്ടമാണ് ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കുവാനുള്ളത്, ഇസ്രായേൽ ജനം അവരുടെ മശിഹയ്ക്ക് വേണ്ടി കാത്തിരുന്നപ്പോൾ മശിഹ യെരുശലേം പട്ടണത്തിലേക്ക് ഇതാ വാഹനമൃഗമായിരിക്കുന്ന കഴുതയുടെ പുറത്ത് എഴുന്നള്ളി വരികയാണ്. അത് വാഹനം ഏതോ ആയിക്കൊള്ളട്ടെ, വരുന്നത് കർത്താവിന്റെ നാമത്തിൽ വരുന്നവനെന്ന് അവർക്ക് മനസ്സിലായിട്ട് അവർ ആർപ്പ് വിളിച്ചിട്ട് അവര് ചിന്തിച്ചത്, യേശു കർത്താവ് കടന്നു വന്നിട്ട്, മശിഹ കടന്നു വന്നിട്ട് ഇസ്രായേലിനെ ദേശീയമായി പുനഃസ്ഥാപിക്കുകയും രാജ്യങ്ങളെ രാഷ്ട്രീയമായി ഭരിക്കുകയും ചെയ്യുന്ന ഒരു സർവാധികാരിയായ രാജാതിരാജാവായിരിക്കും മശിഹയായി ഞങ്ങളുടെ അടുക്കലേക്ക് വരുന്നത് എന്ന് ചിന്തിച്ചവരിയ്ക്കുമ്പോൾ യേശു പലപ്പോഴായിട്ട് അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം കൊടുത്ത് മനുഷ്യപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത് അതിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ച് അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരതെല്ലാം കേട്ടു. എങ്കിലും പലപ്പോഴും അവർക്കത് മനസ്സിലാക്കുവാൻ കഴിയാതെ ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു പോകുവാനിടയായി തീർന്നു. ആ പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് തന്റെ ഏകജാതനായ പുത്രനെ അവർ പീലാത്തോസിന്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊല്ലുവാനായിട്ട് ഏൽപ്പിക്കപ്പെടുവാനിടയായി തീർന്നത്. യെരുശലേമിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദ് പുത്രന് ഹോസന്ന ഹോസന്ന എന്ന് ആർപ്പു വിളിച്ചതായ ഇസ്രായേൽ ജനം, യേശു കർത്താവ് മശിഹ ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുകയോ പുനഃസ്ഥാപിക്കുകയോ രാജ്യങ്ങളെ ഭരണം ഏറ്റെടുക്കുകയോ ചെയ്യുകയില്ല എന്നറിഞ്ഞപ്പോൾ അവനെ ക്രൂശിക്ക എന്ന് ആർപ്പു വിളിക്കുന്നതായ 2 നിലവാരത്തിൽ 2 തട്ടിലായിട്ട് പെട്ടെന്ന് മാറ്റം വന്നതായ ഇസ്രായേൽ ജനത്തിന്റെ അനുഭവം നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും മനോഹരമായി നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത് നാം ആ കഴുതയായിട്ട് മാറുക, ആ കഴുതയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, ആ കഴുതയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ നാം തയ്യാറാവുക. തന്റെ മുകളിൽ കയറിയതായ യേശു ആരെന്നോ, തന്നെ എന്തിനു കൊണ്ടുവന്നു എന്നോ, എവിടേക്ക് പോകുന്നുവെന്നോ ഒന്നും ആരായാതെ തന്റെ മുകളിൽ ഇരിക്കുന്നതായ ആ ശ്രേഷ്ഠനായ വ്യക്തിയെയും കൊണ്ട് യെരുശലേം പട്ടണത്തിലേക്ക് പാതിയോരങ്ങളിലൂടെ കടന്നുപോയതായ ആ ജീവിതത്തിന്റെ അനുഭവം, ആ കഴുതന്റെ അനുഭവം ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭാരമോ പ്രയാസമോ വേദനയോ ദുഃഖങ്ങളോ നിരാശകളോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നമുക്ക് നിത്യമായ ഒരു മോചനം ലഭിക്കുവാനായിട്ട് കർത്താവിനെ നമ്മുടെ ചുമലിൽ വഹിക്കുക, കർത്താവായി യേശുക്രിസ്തുവിനെ നമ്മുടെ ഉള്ളത്തിൽ സ്വീകരിക്കുക, കർത്താവ് നമ്മുടെ ദൈവമായി അംഗീകരിച്ചുകൊണ്ട് ഏറിയ കാലം കർത്താവിന്റെ മകനോ മകളോ ആയി ജീവിക്കുന്നതായ കാലഘട്ടത്തിൽ ഏറ്റവും അനുഗ്രഹമായ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുവാനിടയായി തീരും. 2025 ഏപ്രിൽ മാസം 13-ാം തീയതി ഹോസന്ന ദിവസമായി ഇന്ന് ലോകമെമ്പാടും ദാവീദ് പുത്രനെ ഹോസന്ന പാടിക്കൊണ്ട് കുരുത്തോലകളുമായി അവരുടെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ, പ്രിയമുള്ളവരെ, വേഷത്തിലോ പ്രവർത്തനങ്ങളിലോ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വാസ്തവമായി കർത്താവിന് ഹോസന്ന പാടുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹോസന്ന എന്ന വാക്കിന്റെ അർത്ഥം കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ആ വാഴ്ത്തപ്പെട്ടവന് മഹത്വം കൊടുക്കുന്നതായ
ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കാം, പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം, കഷ്ടതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്നാൽ അവിടെയൊന്നും തകർന്നു പോകാതെ തന്റെ ദിവ്യമായ കരങ്ങളാൽ നമ്മെ വഹിച്ച് നമ്മെ സ്നേഹത്തോടെ തന്റെ മാർവോട് ചേർത്തണയ്ക്കുന്നതായ ഒരു സർവശക്തനായ കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിക്കുവാനായിട്ട്, തന്റെ കഷ്ടാനുഭവങ്ങളുടെ ആരംഭമായിട്ട് ഇന്ന് ആരംഭം കുറിക്കുവാൻ ഇടയായി തീർന്നുവെങ്കിൽ ശേഷിക്കുന്നതായി ഈ ഒരാഴ്ചവട്ടക്കാലം നമ്മുടെ ജീവിതത്തിലും കർത്താവിനോട് കൂടെ ആയിരുന്നു കൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ നമുക്കിടയായി തീരട്ടെ. ആ കഴുതയെ പോലെ കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചുകൊണ്ട്, കർത്താവിനെ നമ്മുടെ ശിരസിൽ വഹിച്ചുകൊണ്ട്, കർത്താവ് നമ്മുടെ എല്ലാമായി മാറേണ്ടതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ഈ ഓശാന നാളിൽ നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാൻ സർവശക്തനായ കർത്താവ് എല്ലാവിധ കൃപയും അനുഗ്രഹങ്ങളും ഈ നാളുകളിൽ നമുക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇനി വരുന്നതായ ഒരു ആഴ്ചവട്ട കാലം കർത്താവിനോട് ചേർന്നിരിക്കുവാൻ എല്ലാവിധ കൃപയും നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട്, അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് ജീവിപ്പാൻ സർവശക്തനായ ദൈവം എല്ലാവിധ കൃപയും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും പരിശുദ്ധനുമായ നല്ല ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവ് മാനവകുലത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് യെരൂശലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതായ വിജയകരമായ ഒരു പ്രവേശനം, രാജകീയമായ ഒരു പ്രവേശനം ഇന്ന് ലഭിക്കുവാനിടയായി തീർന്നു. നാളെ മുതൽ ആ ജനത്തിന്റെ അവസ്ഥ എന്തെന്ന് ഞങ്ങൾ അറിയുന്നില്ല. എന്നാൽ ഞങ്ങളുടെ ഉള്ളത്തിൽ വാസ്തവമായി അങ്ങേ ത്യജിച്ച് കളയാതെ അങ്ങേ ഉള്ളത്തിൽ സ്വീകരിക്കുന്ന വ്യക്തി ജീവിതങ്ങളായി മാറുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സ്വീകരിച്ച് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കേണ്ടതിന് സമ്പൂർണ്ണമായി ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. സർവ മാനവും മഹത്വം കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.